ഹായ്, ഞാനിങ്ങനെ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇടാറില്ല. എൻ്റെ കുറേ പണ്ടത്തരം വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജിക, അതുല്യ പോലുള്ള ആൾക്കാർ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ആത്മഹത്യകൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സമൂഹത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മുടെ സമൂഹം തന്നെയാണ്, നമ്മുടെ സൊസൈറ്റിയാണ് ഇങ്ങനെയൊക്കെയുള്ള ആത്മഹത്യകളുടെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ കെട്ടിപ്പിക്കാൻ നേരത്തെ കൂടുതലും മാതാപിതാക്കൾ അയ്യോ നാട്ടുകാരെന്നാ വിചാരിക്കുന്നു, അവരെന്താ വിചാരിക്കുന്നു, ഇത്ര വലിയ കാറിൽ അവർ കൊടുത്തു, നമുക്ക് അതിനേക്കാൾ വലിയ കാർ കൊടുക്കണം, 25 പവനിൽ അവർ കൊടുത്തു, നമുക്ക് 100 പവൻ കൊടുക്കണം. ഈ ഒരൊറ്റ ചിന്താഗതി, മാതാപിതാക്കളുടെ ഈ ഒരൊറ്റ ചിന്താഗതിയാണ് ഇതുപോലുള്ള ആത്മഹത്യകൾക്ക് കാരണം ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇല്ലാതാക്കിയതാ. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാതൃക കാണിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് 100-ൽ ഒരു 2% അല്ലെങ്കിൽ 1% ആൾക്കാരാണ്. പക്ഷെ ഇനിയെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള കല്യാണങ്ങൾ നടത്തി, വളരെ ചുരുക്കിയ രീതിയിലുള്ള കല്യാണം നടത്തി അത്രയും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ പെൺമക്കളുടെ പേരിൽ വസ്തു വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ പെൺമക്കളുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ അതൊരു ബാലൻസ് ആയിട്ട് ഇടുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും പെൺമക്കളെ ഇങ്ങനെ കുരുതി കൊടുക്കാതിരിക്കാം. അതേ എനിക്ക് പറയുള്ളൂ. ഇനിയെങ്കിലും മാറണം. ഇനിയെങ്കിലും വരുന്ന കല്യാണമെങ്കിലും എന്താ പറയുക, ചെറിയ രീതിയിൽ നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കൂടുതലും അവരുടെ ചിന്താഗതി മാറും. ചെറുക്കൻ്റെ വീട്ടുകാരുടെ ആയാലും പെണ്ണിൻ്റെ വീട്ടുകാരുടെ എല്ലാവരും ചിന്താഗതി മാറും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആത്മഹത്യകൾ നടക്കുമ്പോഴെങ്കിലും നമ്മളിനി എത്തിച്ച് കാണിക്കാം. സോ അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്.